അടുത്തൊരു ചോദ്യം, ഗുരുവായൂരിലൂടെ യാത്ര ചെയ്യുമ്പോൾ നാഷണൽ ഹൈവേ NH-17 ചാവക്കാട് ഭാഗത്തെത്തുമ്പോൾ വളരെ കൺജസ്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. അവിടെ 10 വർഷം മുമ്പെയുള്ള റോഡ് അലൈൻമെൻറ്റ് പ്ലാനിൽ തന്നെ ഒരു പാലം ഉണ്ടാക്കാനുള്ളൊരു പോയിന്റ് ഇട്ടിരുന്നു. പക്ഷേ ഇതുവരെയും ആ പാലത്തിൻ്റെ നിർമ്മാണ പദ്ധതികളൊന്നും തന്നെ തുടർന്നിട്ടുമില്ല. ഏറ്റവും തിരക്കുള്ള ഒരു ഭാഗത്തൂടെയാണ് നാഷണൽ ഹൈവേ കടന്നു പോകുന്നത്. അത് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ? തീർച്ചയായും ഇത് ഒരു വലിയ പ്രശ്നമാണ്. ദേശീയപാത 17 കടന്നു പോകുന്നത് ചാവക്കാട് നഗരത്തിലൂടെയാണ്. ചാവക്കാട് മുതൽ ചേറ്റുവ പാലം വരെയുള്ള ഭാഗമാണ് ദേശീയപാതയുടെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം. അത് ശരിയായിട്ടുള്ളൊരു നിരീക്ഷണമാണ്. ഇതിനായുള്ളൊരു പ്രശ്നം, ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് തീരുമാനിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷേ വലിയ തോതിൽ ജനങ്ങളുടെ പ്രതിഷേധവും സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലം ഏറ്റെടുത്ത് ഈ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്നത്. അതുകൊണ്ടാണ് ആ ദേശീയപാത വികസനത്തിൻ്റെ പ്രശ്നം ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. ഒരു ചോദ്യം കൂടെ, ഗുരുവായൂരിലൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, വയസ്സായ അമ്മമാർ ആ ആൽത്തറകളിലും ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ കിടന്നുറങ്ങുന്നത്. ഒരുപക്ഷെ വീടുകളിൽ നിന്നുള്ള സഹായമോ സ്നേഹമോ ലഭിക്കാതെ ആയിരിക്കാം. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി വന്ന നിലയ്ക്ക് പ്രത്യേകമായി ഞാൻ ഈ ചോദ്യം ചോദിക്കുകയാണ്. ഗുരുവായൂരിൽ വരുന്ന ആരും കൂടെയില്ലാത്ത സ്ത്രീകൾക്ക് 90 വയസ്സായ അമ്മമാർ വരെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന കാലത്ത് സാറിൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ച് അവർക്കൊരു രാത്രി അല്ലെങ്കിൽ 2 രാത്രി ഭക്ഷണത്വം കഴിച്ച് സമാധാനമായി അന്തി ഉറങ്ങാൻ പറ്റുന്ന ഒരു ഷെൽട്ടർ താങ്കൾക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിയുമോ? ഗുരുവായൂർ ഒന്ന് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു പ്രശ്നമാണ്. അവിടെ അമ്മമാരെ താമസിക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് ഒരു വലിയ ആശ്വാസമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം ഗുരുവായൂർ നഗരസഭ ഒരു അഗതി മന്ദിരം നടത്തുന്നുണ്ട്. അത്തരത്തിൽ അഗതികളായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് നഗരസഭ തന്നെ പ്രത്യേകമായിട്ട് മുൻകൈ എടുക്കുന്നുണ്ട്. അങ്ങനെ സഹായം അർഹിക്കുന്ന ആളുകളെ നമുക്ക് ആ അഗതി മന്ദിരത്തിൽ പരിഗണിക്കാവുന്നതാണ്. അവസാനമായി, എന്നാൽ ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, കുടിവെള്ള പദ്ധതി നമ്മൾ വേറെ ഒരു ഭാഗത്ത് നിന്ന് കരുവന്നൂർ പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഗുരുവായൂരിലെ സാറിൻ്റെ നിയോജകമണ്ഡലത്തിലെ അംഗങ്ങൾ സ്വന്തം അടുക്കളയിൽ പോലും വൃത്തിയുള്ള ഭക്ഷണം പാകം ചെയ്യാനോ, നമ്മൾ ഗുരുവായൂർ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം സദ്യ ആണെങ്കിലും പായസമാണെങ്കിലും നമ്മുടെ ബന്ധുവീടുകളിൽ പോയി കഴിക്കുമ്പോൾ പോലും അതിൽ വളരെയധികം വിസർജനാംശം കലർന്നിട്ടുണ്ടെന്ന് കുസാറ്റ് നടത്തിയ ഒരു പഠനത്തിൽ ഇപ്പോൾ കാണുന്നുണ്ടായി. അപ്പോൾ കുടിവെള്ളമെങ്കിലും സാറിൻ്റെ MLA കാലാവധി കഴിയുന്നതിന് മുന്നേ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ കുടിവെള്ളം കുടിക്കാനുള്ള ഒരു സംവിധാനം സാർ കാണുമെന്നൊരു ഉറപ്പ് ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് നൽകാൻ കഴിയുമോ? തീർച്ചയായിട്ടും. വരുന്ന 3 വർഷമാണ് എൻ്റെ ഇനിയുള്ള കാലാവധി. ആ കാലാവധിക്കുള്ളിൽ തന്നെ ഗുരുവായൂർ ചാവക്കാട് കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കും എന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പ് നൽകാൻ എനിക്ക് കഴിയും. താങ്ക് യു സർ. സാധാരണ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ചു വരികയെന്നല്ലാതെ അവിടുത്തെ ഇത്രയും പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന 2 പേർക്കും വളരെ നന്ദിയുണ്ട്. ഞാൻ നേരെ ജഡ്ജസിന് വിടുകയാണ്. രാമനുണ്ണി സാർ, എന്താണ് നമ്മുടെ നസീമോട് ചോദിക്കാനുള്ളത്? പ്രിയപ്പെട്ട ജനപ്രതിനിധി അബ്ദുൽ ഖാദർ ഇവിടെ ഇരിക്കുമ്പോൾ അബ്ദുൽ ഖാദർ എന്ത് ചെയ്തു എന്നുള്ളതിന് നസീമയ്ക്ക് അറിയാത്തൊരു കാര്യം എനിക്ക് അറിയുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള എഴുത്തുകാർക്ക് ഇവിടെ രാമനിലയത്തിൻ്റെ ഒരു സൗകര്യം ഏർപ്പെടുത്തി തരാനുള്ളതാണ് ഈ MLAയുടെ ഒരു പ്രധാന ജോലി എന്ന് ഞാൻ ഇവിടെ പറയാണ്. ഞങ്ങൾ അതിനുവേണ്ടി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നേരത്തെ നസീം പറഞ്ഞ മാതിരി ഗുരുവായൂർക്കാർക്ക് മുഴുവൻ, കേരളത്തിലുള്ള ചിന്തിക്കുന്നവർക്ക് മുഴുവൻ പ്രിയങ്കരനായിട്ടുള്ള ജനപ്രതിനിധി ഇവിടെ വരുത്തി. അദ്ദേഹം വളരെ എല്ലാവർക്കും സുപരിചിതനാണ്. അതെ. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചത്. നസീമ എല്ലാ കാര്യവും തർക്കിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഒരു AG ഓഡിറ്റർ ജനറൽ ചോദിക്കുന്ന മാതിരിയാണോ ചോദ്യം പോകാൻ വിചാരിച്ചു. കാരണം ഏത് ഫണ്ടിൽ നിന്നാണ് എടുത്തത്, മറ്റേ ഫണ്ടിൽ നിന്നാണോ എടുത്തത് എന്നൊക്കെ ഒരു AGയുടെ ലെവലിൽ. അപ്പോൾ അതൊക്കെ പിന്നെ വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള പഠിച്ചിട്ടുള്ള ചോദ്യമാണ്. പിന്നെ ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്ര നഗരി. പിന്നെ അബ്ദുൽ ഖാദർ പറഞ്ഞ പോലെ ശരിയാ, ഗുരുവായൂരത്തെ പ്രശ്നങ്ങൾക്കൊന്നും ഗുരുവായൂർക്കാരല്ല ഉത്തരവാദികളാണ് സത്യം. പുറത്തുനിന്നാണ് ഈ മലിനീകരണമൊക്കെ വരുന്നത്. അത് പിന്നെ നിവൃത്തിയില്ല. കാരണം അങ്ങനെ അത് ഗുരുവായൂരിൻ്റെ ഒരു സൗഭാഗ്യവുമാണ് ശാപവുമാണ്. കാരണം ഇത്ര അധികം ആൾക്കാർ വരുന്നു, അത്ര പണം വരുന്നു, ഇത്ര ലോകപ്രശസ്തമായ ഒരു നഗരിയായിട്ട് ഇത് ഉയരുന്നു. അതിനുള്ള ഒരു ബലം അവിടെ വന്നിട്ടില്ല. അത് കാരണം നമ്മൾ അത്രയ്ക്ക് അതിപ്പോൾ ഒരു MLA വിചാരിച്ചാലും നടക്കുന്നതല്ല. ഏതായാലും ഈ ചോദ്യം വളരെ അർത്ഥവത്തായി. എല്ലാ ചോദ്യങ്ങളും
പിന്നെ അർത്ഥവത്തായി. MLA വളരെ കൃത്യതയോടുകൂടി മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. താങ്ക് യു സർ. സുധീര മാഡം. ഗുരുവായൂർ സ്ത്രീകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. അതേപോലെ ചാവക്കാട് എനിക്ക് ആത്മബന്ധമുള്ളൊരു സ്ഥലമാണ്. എൻ്റെ അച്ഛൻ്റെ നാടാണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പോയും വരുന്ന സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ ഏറ്റവും അധികം ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുന്നത് ഈ ഒരു കുടിവെള്ള പ്രശ്നം തന്നെയാണ്. ഇപ്പം നമ്മൾ കാശിയിൽ പോയാലും രാമേശ്വരത്ത് പോയാലും ഒക്കെ നമ്മൾ കാണുന്ന മാലിന്യങ്ങളാണ്. ഈ ഒരു കേന്ദ്രങ്ങളിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ജനങ്ങൾ വരികയും പോവുകയും ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളിൽ MLA-മാരൊക്കെ നിസ്സഹായരായി പോവുകയാണ്. പക്ഷേ തങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കണം. MLA-ക്ക് ഏറ്റവും ചെയ്യാനുള്ളൊരു കാര്യം അവിടുത്തെ റോഡും റോഡുകൾക്ക് വീതി ഉണ്ടാക്കുക, അതേപോലെ ഈ കുടിവെള്ളം പിന്നെ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തികൾ ചെയ്യുക, അതൊക്കെയാണ് ഏറ്റവും അധികം ചെയ്യാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇദ്ദേഹം വേണ്ടത് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു ശുഭപ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. വിനു സർ. ചോദ്യങ്ങളൊക്കെ ഒരു MLA വിചാരണ ചെയ്യുന്ന രീതിയിലായിരുന്നു. ഞങ്ങളുടെ സ്വന്തം MLA പോലെയാണ് സാർ, അത് ചോദിക്കാം. എന്തായാലും ഈ മാലിന്യ പ്രശ്നം അല്ല നമ്മളെ ഇന്ത്യയിൽ മൊത്തമുള്ള ഒരു പ്രശ്നം, കാരണം പ്രത്യേകിച്ചുള്ള ഒരു പ്രശ്നം തന്നെയാണെങ്കിലും ഗുരുവായൂരിൻ്റെ എപ്പോഴും ഒരു നിത്യ സന്ദർശകനായ ഞാൻ ഇപ്പോൾ തോട്ടത്തിൽ രവീന്ദ്രൻ അവിടെ ചെയർമാനാക്കിയ സമയത്ത് ഗംഭീരമായ മാറ്റം അവിടെ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഗുരുവായൂർ അമ്പലം അതിൻ്റെ പരിസരങ്ങളൊക്കെ ഇപ്പോൾ വളരെ നീറ്റ്, ഒരു പൊടി പോലും അവിടെ നമുക്ക് കാണും. കാരണം വരുന്ന ഭക്തജനങ്ങൾ പോലും അത്ര കോൺഷ്യസ് ആണ് അവിടെ. കാരണം നമുക്കൊന്നും ആദ്യത്തെ പോലെ ഒന്നും ഒരു 4 കൊല്ലം 5 കൊല്ലം മുമ്പേ ഉള്ള ഗുരുവായൂർ അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പോൾ അവിടെ. കംപ്ലീറ്റ് ഭയങ്കര ക്ലീൻ. ഇപ്പോൾ നേരത്തെ പിന്നെ അതുപോലെ തന്നെ MLA ഫണ്ടിൽ നിന്നാണോ മറ്റേ ഫണ്ടിൽ നിന്നാണ് ചോദിച്ച പോലെ എനിക്കും സംശയമുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ കൊല്ലാവസാനമാകുമ്പോൾ നമ്മൾ പത്രത്തിൽ പറയും ഫണ്ടുകൾ യൂസ് ചെയ്തില്ല, ലാപ്സ് ആവുന്നു എന്നൊക്കെ പലതും കേൾക്കാറുണ്ട്. അതൊക്കെ എന്താണെന്ന് അതിൻ്റെ വ്യക്തത ഒന്നും കാരണം രാഷ്ട്രീയ അറിയാത്ത ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് പല ഫണ്ടുകളും നമ്മൾ തക്ക സമയങ്ങൾ ഉപയോഗിക്കാതെ സെൻട്രൽ ഗവൺമെൻറ് നിന്നാണ്, അതായത് നമ്മൾ കേരളത്തിൽ പലതും ലാപ്സ് ആവാൻ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ശുദ്ധജല വിതരണത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മളത് ഒരു കൂട്ടമായ, കാരണം ഒരു വർഷത്തിന് 3 കോടി ജനങ്ങളിവിടെ വരുന്നു പറയുമ്പോൾ ഒരു ഫുഡ് പോയ്സണോ അല്ലെങ്കിൽ ഈ മാലിന്യം കൊണ്ട് വെള്ളത്തിലൊരു കൂട്ടം മരണം സംഭവിക്കുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും ഉണരാറ്. എന്നിട്ട് അതിന് ചില പദ്ധതികൾ ഉണ്ടാക്കും. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. കാരണം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നമ്മളെ റോഡുകളിൽ വലിയ കുഴി ഉണ്ടാവും, അതിലൂടെ മേയർ പോവും, കലക്ടറും പോവും, അത് വെട്ടിച്ച് പോവും. ഇതിൻ്റെ അകത്ത് ഒരു 10 ബൈക്കുകാരൻ വീണിട്ട് 10 മരണം നടക്കും. അതിനുശേഷം മാത്രമാണ് ആ കുഴി അടയ്ക്കുക. അത് നമ്മുടെ കേരളത്തിലെ ഭയങ്കര നല്ല സംസ്കാരമാണ്. ഈ സംസ്കാരം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ ഈ മാലിന്യ ഈ ജലം കുടിവെള്ളത്തിൻ്റെ പ്രശ്നം നമ്മൾ മുൻകൈ എടുത്ത് നിങ്ങളെപ്പോലുള്ള ഒരു മാനസിക പരിഗണന കൊടുക്കുന്ന MLA, ജനസമ്മതന MLA, അത് നമുക്ക് ഒരു വിപത്ത് വരുന്നതിന് മുമ്പേ അതെങ്ങനെ തടയാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ എത്ര ഫണ്ട് യൂസ് ചെയ്യാം, അതിന് തീർച്ചയായിട്ടും ഒരു മുൻകൈ അതായിരിക്കണം നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്തായാലും നല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന ചോദ്യങ്ങളായിരുന്നു, പ്രസക്തിയുള്ള ചോദ്യങ്ങളായിരുന്നു. നല്ല മറുപടി നമ്മൾ ബഹുമാനപ്പെട്ട MLA എന്ന് കിട്ടും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, രാമണി സാർ, ഇപ്പം മാർക്കിടാം. എത്ര മാർക്കാണ്? ചോദ്യം അങ്ങനെയൊക്കെ തന്നെയാണ് ചോദിക്കേണ്ടത്. ഒരു ഏജ് ചോദിക്കുന്ന മാതിരിയും കൂടി ചോദിക്കണം കാര്യങ്ങൾ. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഇൻ്റർവ്യൂ ആയതുകൊണ്ട് വളരെ പിന്നെ ജനകീയനായ ഒരു ജനപ്രതിനിധിയും രണ്ടുപേർക്കും കൂടി 10 മാർക്ക് തന്നെ തരും. വെരി ഗുഡ്. 10 മാർക്ക്. സുധീര മാഡം. ഞാൻ നസീമയ്ക്ക് 9.5 മാർക്ക്. 9.5. വിനു സർ? 9.5. ഇവിടെ നസീമയ്ക്ക് 29 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ സാറിന് വളരെ വലിയ നന്ദിയുണ്ട്, ഇങ്ങനെ നല്ലൊരു പരിപാടിക്ക് വന്ന് പങ്കെടുത്ത് ഞങ്ങൾക്ക് ഇത്രയും നേരം സമയം പങ്കെടുക്കാൻ സമ്മതിച്ചതിൽ.